നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന സുധീഷ് ആകെപ്പാടെ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യണം എന്നറിയില്ലാതെ ഇരിക്കുകയാണ്. ഗായത്രി ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്. സുധീഷ് ഫോൺ പേടിച്ചിട്ട് ഓണാക്കുന്ന പോലുമില്ല. ഓണാക്കിയിട്ടുണ്ടെങ്കിൽ അവളുടെ കോൾ അറ്റൻഡ് ചെയ്യേണ്ട വരുമല്ലോ എന്നൊരു ഭയമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നികേഷിനോട് നിധി ചോദിച്ചു, എന്ത് പറ്റി നിന്റെ സുധീഷേണ്ണ? ആകെപ്പാടെ മ്ലാനതയാണല്ലോ. അതെ, ഞാനും അത് ശ്രദ്ധിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് സുഭാഷ് വരുന്നേ. സുഭാഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നികേഷ് പറഞ്ഞു, ഇതെന്താ സുഭാഷ് ഏട്ടാ ഇത്ര ലേറ്റ് ആയെന്ന് ചോദിച്ചു. ഞാൻ ലേറ്റ് ആയിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അല്ല, അച്ഛൻ്റെ പനി എങ്ങനെയുണ്ട്, കുറഞ്ഞോ എന്നൊക്കെ ഭാസ്കരനോട് ചോദിച്ചു. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, എങ്ങനെ കുറയാതിരിക്കും? എൻ്റെ മോള് നാഴേക്ക് 40 വട്ടം ഗുളികയായിട്ടും ഫുഡായിട്ടും കൊണ്ട് തന്നുകൊണ്ടിരിക്കുമായിരുന്നല്ലോ, പിന്നെ എനിക്ക് കുറയില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും സുഭാഷ് എന്ത് ചെയ്തു, തൻ്റെ ആ കവറിനകത്തൊരു ബോക്സും എടുക്കുവാണ്. അത് കണ്ടപ്പോൾ നികേഷ് ചോദിച്ചു, ഇതെന്താ സുഭാഷ് ഏട്ടാ? അതെ, ചാന്ദിനി കൊണ്ട് തന്നാന്ന് പറഞ്ഞു. ചാന്ദിനിയോ? ആ, ചാന്ദിനി. എല്ലാവരും കൂടെ സുഭാഷിനെ കളിയാക്കണം. ഒരു സീറ്റ് ഉണ്ടാക്കിയിട്ട് അവളെ കൊണ്ടെത്തുന്ന ഇതാ അച്ഛാ കഴിക്കാൻ പറഞ്ഞു. എനിക്ക് വേണ്ടടാ, എനിക്ക് വായിക്കൊക്കെ അപ്പടി കയ്പാ, ഇത് കഴിച്ചാൽ മതി. എനിക്ക് വേണ്ട, എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ഭാസ്കരൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അപ്പോഴേക്ക് ഹരീഷും വന്നു. അങ്ങനെ ഹരീഷിനും സുധീഷിനും എല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പത്തേനും സുധീഷിനെ അവരെല്ലാവരും കൂടെ കൂടി കളിയാക്കി ചാന്ദിനി കൊണ്ടേ കൊടുത്താന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴത്തേനും സുധീഷിന്റെ ഫോണിലേക്ക് കോണ്ടാക്ടറുടെ കോള് വരുന്നേ. അതെ, ചാന്ദിനിയാണോന്ന് ചോദിച്ചു നികേഷ്. ചാന്ദിനി ഒന്നും അല്ലടാ, ഇത് കോൺട്രാക്ടറാണ് വിളിക്കുന്നത്. അങ്ങനെ കോൺട്രാക്ടറോട് സംസാരിക്കുന്ന സമയത്ത് അവസാനം സംസാരിച്ച് തീരുമ്പോഴത്തേനും ടീക്കോ എന്നൊക്കെ പറഞ്ഞു. ടീക്കോ? എന്നാൽ ശരി. എന്നാൽ ദേ സുഭാഷേട്ടൻ്റെ ആകെപ്പാടം മാറി കിട്ടോ നിധിയടുത്ത് കണ്ടില്ലേ? അവളുടെ കൂടെ തുടങ്ങിയപ്പോഴത്തേനും വലിയ മാറ്റം തന്നെയാ. ഇപ്പൊ ചാന്ദിനിയുടെ കൂടെ ചേർന്ന് ഹിന്ദിയൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി മിക്കവാറും വീട്ടിൽ ഹിന്ദി ആയിരിക്കുമെന്ന് എനിക്ക് തോന്നേ. നിധി പറഞ്ഞു, അത് ശരിയാണല്ലോ. അല്ല, സുഭാഷേട്ട ഹിന്ദിയൊക്കെ പഠിച്ചോന്ന് ചോദിച്ചു. അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. സുഭാഷിന് ആകെപ്പാടൊരു നാണമൊക്കെ തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും ഫോണിലേക്ക് ഗായത്രി വിളിച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്കൊന്ന് ഫോൺ ഓണാക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും കോള് വരുന്നു. ദൈവമേ, ഇത് പണിയായല്ലോ എന്നൊക്കെ ഓർത്തുന്ന സുധീഷ് പുറത്തേക്ക് ഇറങ്ങി വന്ന് നിൽക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അപ്പോഴാണ് ഗായത്രി 2 കൂട്ടുകാരന്മാർ അങ്ങോട്ട് വരുന്നത്, 2 ഫ്രണ്ട്സ് അങ്ങോട്ട് വരുന്നത്. സുധീഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് സുധീഷിൻ്റെ അടുത്തേക്ക് വന്നു. സുധീഷ് ചോദിച്ചു, നിങ്ങളോന്ന് ചോദിച്ചു. അപ്പം അന്ന് ബർത്ത്ഡേക്ക് അവിടെ വെച്ച് കണ്ടതാണ്. ചേട്ടൻ ഞങ്ങളെ മനസ്സിലായല്ലോ അല്ലേ? ഞങ്ങൾ ഗായത്രിയുടെ ഫ്രണ്ട്സാ. എനിക്ക് പരിചയമുണ്ട്. അന്ന് ഗായത്രിയുടെ ബർത്ത്ഡേയുടെ അന്ന് കണ്ടല്ലേന്ന് ചോദിച്ചു. ചേട്ടൻ എന്തു പരിപാടിയാണ് കാണിച്ചിരിക്കുന്നത്? ചേട്ടൻ എന്തിനാ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഫോൺ ഓഫ് ചെയ്തോ? അത് ചാർജ് ഇല്ലാഞ്ഞിട്ട്. അതെ ചേട്ടാ, അവൾ വിളിച്ചിട്ട് ചേട്ടൻ കോൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആകെപ്പാടെ വിഷമിച്ചിരിക്കുക, കരഞ്ഞോണ്ടിരിക്കുക. ഞങ്ങളുടെ ഫ്രണ്ടല്ലേ, അവൾ സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സങ്കടമാവുമെന്ന് പറഞ്ഞു. എടാ, ഞാൻ അവളെ വെറും ഫ്രണ്ടായിട്ട് മാത്രമാണ് കണ്ടിരിക്കുന്നത്, എന്നിട്ട് അവളോ ഞാൻ അവളുടെ ലവറാന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നും അല്ല. ഇത് ചേട്ടാ വെറുതെ അഭ്യാസം കാണിക്കരുത്. ചേട്ടനെന്താ ഇത്ര ദിവസം കൊണ്ട് അവളെ തേക്കുവാണോ? ഞാനും അവളും തമ്മിൽ കണ്ടിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പോഴേക്കും അവളെ ഞാൻ തേക്കാനോ? എനിക്ക് അവളോട് അങ്ങനെയുള്ള ഇഷ്ടമൊന്നുമില്ല. ഇത് ചേട്ടാ, ഇനി ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ മുന്നിൽ വെച്ച് പലപ്പോഴും അവള് ചേട്ടനെ ഫോൺ വിളിക്കുന്ന കണ്ടിട്ടുണ്ട്, സംസാരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ ചേട്ടൻ അവളോട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നേ? സുധീഷ് ആകെപ്പാടെ വെട്ടിലായിപ്പോയി. അപ്പോഴേക്കും ഹരീഷ് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. ഈ നിൽക്കുന്ന ചേട്ടനുണ്ടല്ലോ, ഗായത്രി ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അവളെ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴാണ്ട് വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. അവൾ അവിടെ കിടന്ന് ഭയങ്കര കരച്ചില. ഹരീഷ് സുധീഷിനെ നോക്കി. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, എടാ ഹരീഷേ, അങ്ങനൊന്നുമില്ല, എൻ്റെ ലവറൊന്നും അല്ല അവള്. മനസ്സിലായെന്നുള്ള രീതിയിൽ ഹരീഷ് ഇങ്ങനെ സുധീഷിനെ ഒന്ന് നോക്കി തലയാട്ടുകയാണ്. ഹരീഷ് പറഞ്ഞു, നിങ്ങളിപ്പോൾ തൽക്കാലത്തേക്ക് പോകാൻ പറഞ്ഞു. അതെ ചേട്ടാ, അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല, ഞങ്ങൾക്കൊരു ഉറപ്പ് കിട്ടണം. ചേട്ടൻ ഇപ്പം തന്നെ ഫോൺ എടുത്തിട്ട് അവളെ വിളിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾ പോകത്തുള്ളൂ. സുധീഷ് പറഞ്ഞു, നിങ്ങൾ ഞാൻ വിളിച്ചോളാന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എനിക്ക് അവളോട് പ്രേമവും കാര്യങ്ങളൊന്നും ഇല്ല, അത് നിങ്ങളൊന്നും മനസ്സിലാക്കുക. അതെ ചേട്ടാ, വിളിക്കൂല്ലോ അല്ലേ? അവൾക്ക് വാക്ക് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നേ. ഹരീഷ് പറഞ്ഞു, വിളിച്ചോളൂ, നിങ്ങൾ പോകാൻ പറഞ്ഞു. അങ്ങനെ ഒരു വിധത്തിൽ അവനെ ഞങ്ങൾ പറഞ്ഞു വിട്ടു. പിന്നീട് ഹരീഷ് നേരെ സുധീഷിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സുധീഷ് ചേട്ടാ, ഈ വേണ്ടാത്ത പണിക്കൊന്നും പോവരുതെന്ന്. ഇതിപ്പോൾ വേണ്ടാത്ത പണിയൊക്കെ ചെയ്ത് ഒടുവിൽ തലയ്ക്ക് മുഴച്ചില്ലേന്ന് ചോദിച്ചു. എടാ, ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ആവുന്ന പ്രതീക്ഷയാണോ? നീതിയെ എങ്ങനെയെങ്കിലും എൻ്റെ അടുത്തേക്കൊന്ന് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ച പരിപാടികളല്ലേ ഇതെല്ലാം. അവളെ ഫോൺ വിളിച്ചോണ്ടിരുന്നേ.
എനിക്കറിയായിരുന്നു അവസാനം ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളെന്ന്. കണ്ടില്ലേ, ഇനിയിപ്പോൾ എന്തൊക്കെയാവുന്ന ആര് കണ്ടു? അനുഭവിച്ച ആളാരും പറഞ്ഞിട്ട് ഹരീഷും അങ്ങോട്ട് കയറിപ്പോയി. പിറ്റേ ദിവസം രാവിലെ സുഭാഷ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിധിയും കൂടെ വന്നു. അങ്ങനെ നിധിയും കൂടെ ചേർന്ന് ജോലി ചെയ്യുന്ന സമയത്ത് സുഭാഷിനോട് ചോദിച്ചു, ചാന്ദിനി വിളിക്കാറുണ്ടോ സുഭാഷേനെ? വിളിക്കും. അപ്പം സുഭാഷയുടെ ഹിന്ദിയൊക്കെ പഠിച്ചോ? അങ്ങനൊന്നും പഠിച്ചിട്ടൊന്നുമില്ല, അത്യാവശ്യം കുറച്ച് കുറച്ച് വാക്കുകളൊക്കെ, അങ്ങനെ സെൻറ്റൻസ് ആയിട്ട് പറയാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ആ സമയത്താണ് ഭാസ്കരൻ വരുന്നത്. ഭാസ്കരനെ കണ്ടു കഴിഞ്ഞപ്പോൾ നിധി ചോദിച്ചു, അച്ഛൻ്റെ അസുഖമൊക്കെ കുറഞ്ഞ നന്നായിട്ട്? പിന്നല്ലാതെ, മോളല്ലേ ഉള്ളത്, കുറയാതിരിക്കുമോ എന്ന് ചോദിച്ചു. അച്ഛാ, കുറഞ്ഞെന്നും പറഞ്ഞോളൂ, മരുന്ന് കഴിക്കാതിരിക്കരുത്, മരുന്ന് കഴിക്കണം എൻ്റെ മോളെ, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്നേ. അച്ഛൻ എപ്പോഴും തമാശയാ. എൻ്റെ മോളെ, സാധാരണഗതിയിൽ എനിക്ക് വയ്യാണ്ട് ഇവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ ആരും തിരിഞ്ഞു പോലും നോക്കാറില്ല. സുഭാഷ് മാത്രം എന്തെങ്കിലും ഗുളികയൊക്കെ എടുത്തരും, ബാക്കി ആരും തിരിഞ്ഞു നോക്കത്തില്ല. മോളായതുകൊണ്ട് ഇത്ര ടെൻഷൻ അടിച്ച് ഇതൊക്കെ ചെയ്തു തന്നേന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു, പിന്നെ വീട്ടിലൊരാൾക്ക് വയ്യെങ്കിൽ അവരെ ശുശ്രൂഷിക്കണ്ടേ, അത് വീട്ടിലുള്ളവരുടെ കടമയല്ലേന്ന് ചോദിച്ചു. ഭാസ്കരൻ പറഞ്ഞു, ഇവിടെ അങ്ങനെയൊന്നും ഇല്ല, ഇവിടെ ഉള്ളവർക്ക് അങ്ങനെ കടമയും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അവിടെയല്ല ഭാസ്കരൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വീട്ടിലേക്ക് തോമസ് ചേട്ടൻ വരുവാണ്. അപ്പോൾ അത് തോമസ് ചേട്ടൻ സുധീഷിൻ്റെ മറ്റേ ട്രാവൽ ഏജൻസിയുടെ ഓണറാണ്. തോമസ് ചേട്ടനെ കണ്ടു കഴിഞ്ഞപ്പോൾ സുധീഷ് ചോദിച്ചു, എന്താ തോമസ് ചേട്ടാ? എടാ, നിന്നെ എത്ര വട്ടം വിളിച്ചു, നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അപ്പോഴേക്കും സുഭാഷും നിധിയും കൂടെ വന്നു. സ്വിച്ച് ഓഫ്? അയ്യോ, അത് പിന്നെ ചാർജ് ഇല്ലാഞ്ഞിട്ട്. എടാ, അത്യാവശ്യം ഒരു കാര്യത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ കിട്ടുമോ? കോൾ എടുത്താലേ കാര്യം പറയാൻ പറ്റുള്ളൂ. ഓട്ടം വന്നിട്ടുണ്ടായിരുന്നു, അതിങ്ങനെ മണിക്കൂറുകളായിട്ട് നിന്നെ വിളിച്ചിട്ട് നീ ഫോൺ എടുത്താലല്ലേ എനിക്കൊന്ന് പറയാൻ പറ്റുള്ളൂ, മനുഷ്യനെ വെറുതെ മിനക്കെടുത്താനായിട്ട്. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, തോമസ് ചേട്ടാ ഇരിക്കാനൊക്കെ പറഞ്ഞു. എടാ, നീ ഓട്ടം പോകുന്നില്ലേന്ന് ചോദിച്ചു. പോവാ, അതിനെന്താന്ന് ചോദിച്ചു. എങ്കിൽ പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വാ. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. എടാ, പോകുന്നതിന് മുമ്പ് ഫോണൊന്ന് ചാർജിലിട്ടിട്ട് പോ, മനുഷ്യന് വിളിച്ചാൽ കിട്ടണ്ടെന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുധീഷ് ഇങ്ങനെ മനസ്സിലാലോചിച്ചു, അവിടെ വിളിക്കാതിരിക്കാൻ വേണ്ടി ഓഫ് ചെയ്ത് വെച്ചാന്നുള്ള കാര്യം ഇയാൾക്കറിയില്ലോ. അങ്ങനെ ഫോൺ കുത്തിയിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും നിധി കുടിക്കാനൊക്കെ കൊണ്ടേ കൊടുത്തു. പിന്നീട് സുധീഷ് പറഞ്ഞു, അത് 2 മിനിറ്റ് ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. എടാ, നീ ഒരു കാര്യം ചെയ്യേ, കുളിച്ചിട്ട് വന്നാൽ മതി, ഞാൻ എൻ്റെ ഓഫീസിൽ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ സുഭാഷിനോടൊക്കെ യാത്ര പറഞ്ഞ് പുള്ളിക്കാരൻ അങ്ങോട്ട് ഇറങ്ങി. ഈ സമയത്ത് നിധി പറഞ്ഞു, സുഭാഷ് ചേട്ടാ, ശരിക്കും പറഞ്ഞാൽ ഫോണിൻ്റെ ചാർജ് കയറുന്നൊന്നും അല്ല സുധീഷിൻ്റെ. പിന്നെയോ, ആ ഫോണെ ഇടയ്ക്കിടയ്ക്ക് ഫോണിലേക്ക് ഗായത്രി വിളിച്ചുകൊണ്ടിരിക്കും. എന്താണെന്നറിയത്തില്ല, കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഓഫ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. അത് നികേഷ കണ്ടുപിടിച്ച, ചാർജ് തീർന്നൊക്കെ പറഞ്ഞു. പക്ഷെ ചാർജ് ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോഴേക്ക് ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങി. അപ്പോൾ തോമസ് ചേട്ടൻ വന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ ഓണാക്കിയായിരുന്നു സുധീഷ്. അങ്ങനെ ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങിയപ്പോൾ നീതി പോയി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും 90% ചാർജ്. വിളിച്ചുകൊണ്ടിരിക്കുന്ന വേറെ ആരുമല്ല, ഗായത്രിയാണ്. ദേ, സുഭാഷയുടെ നോക്കിയേ, 17 മിസ് കോളെന്ന് പറഞ്ഞു. 17 മിസ് കോളാ? അതെ, ഗായത്രി അതാരാന്ന് ചോദിച്ചു. അപ്പോഴാണ് സുധീഷ് അങ്ങോട്ട് വരുന്നത്. സുധീഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഫോൺ അങ്ങോട്ട് കൊടുത്തു നീതി. ദേ, മിസ് കോൾ വരുന്നുണ്ടായിരുന്നു. ഗായുവിൻ്റെ ആയിരിക്കും, എന്നെ വിളിക്കാതിരിക്കാനായിട്ട് അവൾക്ക് പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ അവളെ വിളിച്ചോളാന്നൊക്കെ ഒരു ഒഴുക്കം മട്ടി പറഞ്ഞു. എന്നിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. നിധിയെ ഒന്ന് സുഭാഷ് നോക്കി, എന്നിട്ട് ചോദിച്ചു, അല്ല, ആ പെണ്ണും ഇവരും തമ്മിൽ എന്താ ബന്ധം? എനിക്കറിയില്ല എന്ന് നിധി പറഞ്ഞു. അങ്ങനെ പിന്നീട് എന്ത് ചെയ്തു, നിധി നികേഷും കൂടെ പതിവ് പോലെ തന്നെ പോവാണ്. അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് പോകുന്നത്. നിധി നികേഷിനെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടിട്ട് അവിടുന്ന് സ്കൂട്ടിയും കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ അവിടുന്ന് അവരങ്ങോട്ട് പോയി. പക്ഷേങ്കിൽ സുധീഷ് എന്ത് ചെയ്തു, പോവാനായിട്ട് ഒരുക്കൊണ്ടായിരുന്നില്ല. സുധീഷ് അവിടെ തന്നെ ഇരിക്കുകയാണ്. കുറച്ച് സുഭാഷ് വന്നിട്ട് ചോദിച്ചു, എടാ, നീ എന്താ പോണില്ലേന്ന് ചോദിച്ചു. എടാ എന്താടാ? എനിക്കൊണ്ട് പറ്റില്ല, ഭയങ്കര മടുപ്പാ സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞു. മടുപ്പോ? അതെ, പോകാനായിട്ടൊരു ഉത്സാഹം തോന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഹരീഷ് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, ഓടിച്ചാടി പോകുന്നായിരുന്നല്ലോ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചൊന്ന് കളിയാക്കുവാണ്. അതേസമയം നികേഷും നിധിയും കൂടെ ബസ് സ്റ്റോപ്പിലെത്തി. നിധി പറഞ്ഞു, അതെ, എനിക്ക് ഇച്ചിരി താമസിച്ച് പോയാൽ മതി, സമയം ഇഷ്ടം പോലെ ഉണ്ട്, ഒരു കാര്യം ചെയ്യാം, നിന്റെ ബസ് വരുന്നവിടം വരെ ഞാനിവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അവരുടെ അടുത്തേക്ക് ഗായത്രി വരുന്നേ. സുധീഷിനെ കാണുന്നില്ലോ, വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ലോ. ഗായത്രി വന്നിട്ട് ചോദിച്ചു, അല്ല, അവർ വന്നില്ലേന്ന് ചോദിച്ചു. പെട്ടെന്ന് നികേഷ് ചോദിച്ചു, ആരെ? അല്ല, സുധീഷ്. സുധീഷ് ഏണ്ട ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. സോറി കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറിപ്പോയി നിൽക്കുകയാണ്. അപ്പോഴേക്കും നിധിക്ക് ദേഷ്യമായി. നിധി പെട്ടെന്ന് നികേഷിനോട് പറഞ്ഞു, ഞാൻ പോയേക്കോ എന്ന് പറഞ്ഞ് നിധി അങ്ങോട്ട് പോയി. നിധി പോയി കഴിഞ്ഞപ്പോൾ നികേഷ് ഓർത്തു, ഗായത്രിയോടൊന്ന് ചോദിച്ചാലോ. നികേഷാണ് ഇപ്പല്ല,
സുധീഷാണ് ഇപ്പോൾ ഫോൺ ഓഫ് ചെയ്താ വെക്കുന്നത്. ഗായത്രി വിളിച്ചിട്ട് കോള് എടുക്കുന്നില്ലെന്ന് തോന്നേ. ഇവർക്കിടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്താ ഏതാ കാര്യം എന്നൊന്നും അറിയത്തില്ല. അങ്ങനെയാണ് അറിഞ്ഞിട്ട് തന്നെ കാര്യം. പിന്നീട് നേരെ ഗായത്രിയുടെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, അല്ല സുധീഷേട്ടനുമായിട്ട് എങ്ങനെയാ? അതെ, സുധീഷേട്ടൻ്റെ ലവറാ. ലവറോ? ഒരു നിമിഷം നികേഷ് ഞെട്ടിപ്പോയി. അതേനെ. പക്ഷെ സുധീഷേട്ടന് ഞാനിപ്പോൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അതെന്ത് പറ്റി? കഴിഞ്ഞ ദിവസം ബർത്ത്ഡേക്ക് വന്ന എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സുധീഷേട്ടൻ പോയിട്ട് ഞാൻ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല. അല്ല, സുധീഷേട്ടനെ കുറിച്ച് എല്ലാം അറിയാവോ? എനിക്കറിയാം. എന്തുകൊണ്ടാണ് സുധീഷേട്ടനെ ഇഷ്ടപ്പെട്ടെ? സുധീഷേട്ടൻ കാണാൻ ഹാൻസം അല്ലേ? അത് മാത്രമല്ല സംസാരം ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളൊക്കെയാ. എനിക്കതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഒരു നിമിഷം നികേഷ് അന്തം വിട്ടുപോയി. ഈ പെൺകുട്ടികളൊക്കെ ഇതെന്ത് കണ്ടിട്ടാ പ്രേമിക്കുന്നത്? ദൈവമേ, സുധീഷേട്ടനെ പോലെ ഒരാളെ പ്രേമിക്കുന്നേ. സുധീഷേട്ട കാര്യങ്ങളൊന്നും അറിയത്തില്ല. എന്നിട്ട് ചുമ്മാ ചാടി കയറി പ്രേമിച്ചിരിക്കുക. ഞാൻ വിളിച്ചിട്ട് സുധീഷേട്ടൻ കോൾ എടുക്കുന്നില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. ആണോ? കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. എങ്കിൽ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് ഞാൻ സുധീഷ് എൻ്റെ അടുത്ത് എത്തിക്കാന്ന് പറഞ്ഞു. അങ്ങനെ നികേഷ് ഗായത്രിയെയും കൊണ്ട് നേരെ വീട്ടിലേക്ക് വരുവാണ്. ആ സമയം സുഭാഷ് പണിയാൻ പോകാനായിട്ട് ഇറങ്ങുവാണ്. അപ്പോഴാണ് നികേഷ് ഗായത്രിയും കൊണ്ട് അങ്ങോട്ട് വരുന്നേ. ആ വരവ് കൊണ്ടപ്പോൾ സുഭാഷ് എടുത്തത് ഒരു പെണ്ണിനെയും കൊണ്ട് വരുന്നത്. ഒരു നിമിഷം സുഭാഷ് ഞെട്ടിപ്പോയി. കോളേജിൽ പോയവനെ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരുന്നു. അങ്ങോട്ട് വന്നിട്ട് സുധീഷ് ഏട്ടാന്ന് പറഞ്ഞ് വിളിക്കുവാണ്. സുധീഷ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പം കാണുന്ന കാഴ്ച ഗായത്രിയും കൊണ്ട് വന്ന് നിൽക്കുന്ന നികേഷിനെ. എന്ത് ചെയ്യണം? അകത്തേക്ക് ഇറങ്ങി ഓടണോ പുറത്തേക്ക് ഓടണോ എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ ഞെട്ടിത്തെറിച്ചിരിക്കുക. സുധീഷ് പെട്ടുപോയല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.